അവിചാരിതമായി ഈ ഇൻ്റർനാഷണൽ ഡെസ്കിലൂടെ ന്യൂസിലൂടെ എന്തെങ്കിലുമൊക്കെ പുതിയ ഡെവലപ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വെബ് സെർച്ച് നടത്തിയപ്പോൾ എൻ്റെ കണ്ണുകൾ ഒരു ചിത്രത്തിൽ കുടുങ്ങി. ഞാൻ പ്രാഥമികമായി അതിൽ ശ്രദ്ധിക്കാൻ കാര്യം അതിലൊരു ഖത്തർ സാന്നിധ്യം കണ്ടതുകൊണ്ടാണ്. ഖത്തറിനെ പലപ്പോഴും നിലപാടുകളുടെ പേരിൽ ഒരുപാട് ഇഷ്ടമാണെന്ന് മാത്രമല്ല, ആ ഫുട്ബോൾ കളി കാണാനൊക്കെ ഫൈനൽ കാണാൻ ഖത്തറിലേക്കൊക്കെ പോയപ്പോൾ ഒറ്റത്തവണയെ പോയിട്ടുള്ളെങ്കിൽ പോലും ആ ഖത്തറിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അവിടുത്തെ ആ ഏർപ്പാടുകളോടൊക്കെ ഭയങ്കരമായൊരു ഇഷ്ടം തോന്നി. പിന്നെ പലതരത്തിലുള്ള ഉപരോധങ്ങളെ അതിജീവിച്ച ഖത്തറിൻ്റെ ഒരു കരുത്തിനെക്കുറിച്ചും നിലപാടിനെക്കുറിച്ചുമൊക്കെ പലപ്പോഴും അപ്രിസിയേറ്റ് ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയപ്പോഴാണ് എവിടെയോ കണ്ടു പരിചിതമായ ഒരു മുഖം ഒരു നിരയ്ക്കുള്ളിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാനിടയായത്. ഞാനിങ്ങനെ പലതവണ അത് വലുതാക്കി നോക്കാൻ ശ്രമിച്ചിട്ട് കഴിയുന്നില്ല. പിന്നെ അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വലുതാക്കി നോക്കിയപ്പോൾ ഒരു നിര രാജ്യത്തിൻ്റെ നേതാക്കളോടൊപ്പം അങ്ങ് അറ്റത്തായി ഒരു മനുഷ്യനും നിൽക്കുന്നു. ഞാൻ വളരെ വേഗത്തിൽ ആ വാർത്തയുടെ താഴേക്ക് പോയി. ആ വാർത്തയുടെ താഴേക്ക് പോയപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തവരുടെ പേരുകൾ വായിക്കാനിടയായി. ദ സൈനിങ് സെറമണി വാസ് അറ്റൻഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് നാഷണൽ യൂണിറ്റി മിസ്റ്റർ അബ്ദുൽ ഹമീദ് അൽ ദബൈബ, ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഖത്തർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി, Italy's Deputy Prime Minister and Minister of Foreign Affairs, Mr. Antonio Tajani, the Chairman of Management Committee of Misurata Free Zone, Mr. Muhsin Singutri, the President of MSC Group, Mr. Diego Apanda, the Chairman of the Board of TIL, Mr. Ammar Kanan, and the Chairman of Board of Maha Capital Partners, Abubakar Manattukundayil. ഇത് കണ്ടപ്പോഴാണ് നാദാപുരത്ത് പോയി ഞാൻ ഒരിക്കൽ കണ്ട അബൂബക്കറല്ലേ ഇതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാനൊരു വിൻഡോയിലൂടെ ഈ അബൂബക്കറിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത്. ഉമ്മയെ സ്നേഹിക്കുന്നൊരു മകൻ, കുടുംബത്തെ ഒന്നായി ചേർത്ത് വെക്കുന്നൊരു മകൻ, ഏതാണ്ട് 70-ലധികം വിദേശ രാജ്യങ്ങളിൽ കുഞ്ഞാമി എന്ന ഉമ്മയെയും കൊണ്ട് യാത്ര നടത്തിയ ഒരു മകൻ. ആ ഉമ്മയെ കാണാൻ ഞാൻ പോയതും ആ ഉമ്മയോട് സംസാരിച്ചതും ഉമ്മയോടൊപ്പം ഇരുന്നതും ഒക്കെ ഒരു മനോഹരമായ ഓർമ്മകളായി എൻ്റെ മനസ്സിൽ വന്നു. അതിനു മുമ്പ് എന്നെ പരിചയപ്പെടുത്തിയത് അയ്യൂബ് കെയാണ്. പോക്കു എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒന്ന് കാണേണ്ട ആളാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്നതും അന്ന് അയ്യൂബ് കെയുമായി ബന്ധപ്പെട്ട കോളേജ് വിഷയങ്ങളുമൊക്കെയായി സംസാരിച്ച കാര്യങ്ങളുമൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ 2 വീഡിയോയുടെയും ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിരിക്കാം. ഞാൻ പറഞ്ഞത്, അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മകൻ്റെ ഏറ്റവും ഔന്നിത്യപൂർണമായ ഒരു മഹാപദ്ധതിയുടെ ഒപ്പിടുന്ന ചടങ്ങാണ് കണ്ടത്. അതെ, 1.25 ലക്ഷം കോടി ഇന്ത്യൻ രൂപ, അതായത് അറൗണ്ട് $2.7 ബില്യൺ വരുന്ന ഒരു മെഗാ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങ് ലിബിയയിൽ നടത്തുന്നതിൻ്റെ ഒരു പാർട്ട്ണറാണ് നാദാപുരംകാരനായ മലയാളി അബൂബക്കർക്ക എന്ന പോക്കു. അതായത് മിസുറാത്ത ഫ്രീ സോൺ എന്ന് പറയുന്നത് ലിബിയയിലെ ഒരു പ്രധാനപ്പെട്ട ഫ്രീ സോൺ ഏരിയയാണ്. ആ ഫ്രീ സോൺ വളരെ മനോഹരമായി വികസിപ്പിച്ചെടുക്കുന്നതിന്, അതായത് ഇൻവെസ്റ്റ്, ഓപ്പറേറ്റ് ആൻഡ് ഡെവലപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ, ഇപ്പോഴത്തെ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ പറയുന്ന മോഡലുകളിൽ, PPP മോഡലുകളിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് ലോകോത്തരമായ ഒരു പോർട്ടാക്കി മാറ്റുന്നതിനാണ് വ്യത്യസ്തരായ ഡെവലപ്മെൻറ്റ് പ്ലെയേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഇറ്റലി എന്ന് പറയുന്ന ഒരു രാജ്യത്തെ MSC ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പുണ്ട്. നമ്മളൊക്കെ ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുമ്പോൾ MSC ഗ്രൂപ്പിനെ കാണാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് MSC ഗ്രൂപ്പ്. അതുകൂടാതെ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട്. അതോടൊപ്പമാണ് അബൂബക്കർക്ക പ്രസിഡൻ്റായ മഹാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി, ഖത്തർ സർക്കാരിൻ്റെ സഹായത്തോടെ ഖത്തർ ബേസ്ഡായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി. ഈ കമ്പനികൾ എല്ലാവരും കൂടി ചേർന്നാണ് ഈ ലിബിയയിലെ ഈ പോർട്ട്. ലിബിയയുടെ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ കുറച്ചൊക്കെ അഡ്മിനിസ്ട്രേറ്റീവായ പല പ്രശ്നങ്ങളും അത്തരം കാര്യങ്ങളുമുണ്ട്. 2 സോണുകളായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. പക്ഷേ അവരുടെ വരുമാനം ഓയിലിതര മേഖലയിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 2011 ശേഷം ലിബിയയിലെ
ഈ നോൺ ഓയിൽ സെഗ്മെൻറ്റിൽ, അതായത് എണ്ണ ഇതര മേഖലയിൽ നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് 1.25 ലക്ഷം കോടി രൂപയുടെ ഈ ബൃഹത്തായ പദ്ധതി. ഈ പദ്ധതി 2011 ശേഷം ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ്. ലിബിയ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നൊരു പദ്ധതിയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പദ്ധതിയുടെ ഒരു രൂപരേഖ ഉണ്ടാക്കി തയ്യാറാക്കി ഈ പറയുന്ന ഒരു സൈനിങ് സ്റ്റേജിലേക്ക് എത്താൻ ആകെ ആയത് 18 മാസമാണ്. ചിന്തിക്കണം, വെറും 18 മാസം കൊണ്ട്. നമ്മുടെയൊക്കെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ഒക്കെ ആണെങ്കിൽ 18 കൊല്ലമായാൽ പോലും ഒരു പദ്ധതി കൊണ്ടുവന്നാൽ അതിൻ്റെ പുറത്തുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ അടക്കം. ഇതിലൂടെ എന്താണ് ലിബിയൻ സർക്കാർ ലക്ഷ്യമിടുന്നത്? 75,000-ഓളം പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റായിട്ടാണ് ഈ പറയുന്ന മിസുറാത്ത ഫ്രീ സോൺ എന്ന് പറയുന്ന ഈ മേഖലയിലെ ഒരു ഡെവലപ്മെൻറ്റിനെ കാണുന്നത്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായി അതിൻ്റെ കാർഡിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ ആഡഡ് വാല്യൂ എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായി അവർ സൈൻ ചെയ്തിരിക്കുന്ന ഈ ഡോക്യുമെൻറ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് സ്ട്രെങ്തനിങ് ദ പൊസിഷൻ ഓഫ് മിസുറാത്ത ഫ്രീ സോൺ പോർട്ട് ആസ് എ റീജിയണൽ ലോജിസ്റ്റിക് ഹബ് ഇൻ ദ മെഡിറ്ററേനിയൻ ആൻഡ് നോർത്ത് ആഫ്രിക്ക. മെഡിറ്ററേനിയൻ മേഖലയിലും നോർത്ത് ആഫ്രിക്കയിലും ഉള്ള ഒരു വലിയ ലോജിസ്റ്റിക്സ് ഹബ്ബായി ഡെവലപ്പ് ചെയ്യുക. പ്രൊവൈഡിങ് ഗ്ലോബൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഷിപ്പിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. കണക്റ്റിംഗ് ദ പോർട്ട് ടു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻസ് ആൻഡ് എൻഹാൻസിങ് ഇറ്റ്സ് കോമ്പറ്റീറ്റീവ്നെസ്. അച്ചീവിംഗ് സസ്റ്റൈനബിൾ റവന്യൂസ് വിത്തൗട്ട് ഇമ്പോസിംഗ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ ബർഡൻസ് ഓൺ ദി മിസുറാത്ത ഫ്രീ സോൺ. അട്രാക്റ്റിംഗ് ഗ്ലോബൽ എക്സ്പെർട്ടൈസ് in the operation and development of container terminals, developing and qualifying the national workforce through the operational and technical expertise of the project partners. ഇതിൽ ഈ പറയുന്ന സംഗതികളെല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ ടാർഗറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് 15 ലക്ഷം 20 ഫുട്ട് ഇക്വലൻ്റ് യൂണിറ്റ് എന്ന് പറയുന്നതാണ്. TEUs ആണ് ഫസ്റ്റ് ഫേസ് 1-ലുള്ളത്. രണ്ടാമത്തെ ഫേസോടുകൂടി ഇത് 25 ലാക്സാക്കി വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്ര ബൃഹത്തായ പദ്ധതിയാണ്. ഈ പറഞ്ഞ അബൂബക്കർ നേതൃത്വം നൽകുന്ന പ്രസിഡൻ്റായിട്ടുള്ള ഈ മഹാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമീബിയയിലും കോങ്കോയിലും സമാനമായ ടെർമിനലുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അത് ഓൺ ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ MSC ഗ്രൂപ്പുമായി ചേർന്ന് മലയാളികൾക്ക്, കേരളത്തിന്, മലബാറിന് ഒക്കെ അഭിമാനിക്കാവുന്ന ബൃഹത്തായ ഒരു മലയാളി സ്പർശമാണ് ലിബിയയിലെ ഈ മെഗാ പ്രോജക്റ്റിന് ഖത്തർ പ്രധാനമന്ത്രിയോടൊപ്പം നിന്ന് ഒരു നാദാപുരത്തുകാരൻ കയ്യൊപ്പ് ചാർത്തി അതിൻ്റെ കരാറുകളിലേക്ക് ഏർപ്പെടുമ്പോൾ, അതും വിനയാന്വിതമായ പെരുമാറ്റം കൊണ്ടും തലക്കനമോ അല്ലെങ്കിൽ മറ്റു പല സംഗതികളോ ഇല്ലാതെ ഒരു സ്വാഭാവിക മനുഷ്യനെന്ന രീതിയിൽ, അതിനേക്കാളൊക്കെ ഉപരി സ്വന്തം ഉമ്മയെ ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ചേർത്ത് പിടിക്കുന്ന ഒരു മകൻ എന്ന് പറയുന്നൊരു ഭാവമുണ്ടല്ലോ, അതാണ് എന്നെ ഒരുപാട് അദ്ദേഹത്തിനോട് ഇഷ്ടവും ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുന്നതിന് കാരണമായത്. ഒരു സഹോദരതുല്യമായ ഇഷ്ടമായതുകൊണ്ടാണ് ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ അത് ലോകത്തെ അറിയിക്കണമെന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് ആ ടീമിനാകെയും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യവും ദീർഘായുസ്സും മനസ്സിനാകെയും സന്തോഷവും എല്ലാം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.